മുത്താരം വന്ന് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആദ്യം നവോദയയുടെ തന്നെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അത് അവിടെ നിന്നൊരു ഓഫർ വന്നു. പടയോട്ടം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് അടുത്ത സിനിമ അവിടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കഥകൾ കുറേ അന്വേഷിച്ച് വന്നിട്ടാണ് അതിൽ പല കഥകൾ വന്ന് അവസാനം ഫൈനലി ഉണ്ടായി വന്നൊരു കഥയാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ. അത് ഞാൻ പിന്നീട് ആഫ്റ്റർ 17 ഇയേഴ്സാണ് ഞാനത് സിനിമ ചെയ്തത്. പക്ഷെ അന്നത്തെ കഥ ഇതിനേക്കാളും നന്നായിരിക്കുമായിരുന്നു എന്ന് എനിക്കിപ്പോഴും അറിയാം. കാരണം അതിൻ്റെ ഇനീഷ്യൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 7 വയസ്സുള്ള കുട്ടിയാണ്. അയാൾക്കുണ്ടാകുന്ന ഡ്രീംസിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ ഒരു എന്താണ് സ്പിരിച്വൽ ബോഡിയുടെ അല്ലെങ്കിൽ ഒരു പണ്ട് മരിച്ചുപോയ ഒരാൾ അയാളെ കാത്തിരിക്കുന്ന കാമുകിയെ ഇപ്പോഴും അയാളെ കാത്തിരിക്കുന്നവരോട് ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റിന് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നതായിട്ടാണ് ആ കഥ ഉണ്ടായിരുന്നത്. അന്ന് നസറുദ്ദീൻ ഷാ മാധവി എന്നിവരുള്ളവരൊക്കെ കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാനിങ്ങനെ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റാണ്. ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തു. പക്ഷേ ആ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്തില്ല. ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ ഉൾപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിയാദ് കോക്കർ എൻ്റെ അടുത്ത് നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണമെന്ന് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ രണ്ടാമത് ആ സ്ക്രിപ്റ്റ് അന്ന് എഴുതിയ സ്ക്രിപ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുറേയൊക്കെ പൊടിഞ്ഞു പോയ അവസ്ഥയിൽ അത് രണ്ടാമത് എടുത്ത് വർക്ക് ചെയ്ത് അതൊരു ടീനേജ് ആൾക്കാരിലേക്ക് കൊണ്ടുവന്നു, ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് ആ ഒരു കൺസെപ്റ്റാക്കി. പ്രോട്ടഗണിസ്റ്റ് അങ്ങനെ ഒരാളായി. അങ്ങനെ വന്ന് വർക്ക് ചെയ്ത് വരുന്ന ഘട്ടത്തിലാണ് മോഹൻലാൽ ഈ കഥ കേൾക്കുകയും മോഹൻലാൽ വളരെ ഒരു ഫ്ലൈറ്റ് മിസ്സായി ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ താമസിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വിളിച്ച് അങ്ങനെ പോയി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ അടുത്ത സിനിമ എന്ന് വെച്ചപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്യാം എന്ന് പുള്ളി ഇങ്ങോട്ട് ഓഫർ ചെയ്യണം. അപ്പോൾ പ്രൊഡ്യൂസർ ശരിയായി. ഞാൻ പറഞ്ഞത് അയാൾ ശരിയാവില്ല, കാരണം ഇത് കോളേജ് ക്യാമ്പസിലുള്ള പഠിക്കുന്ന കുട്ടികളെ. അപ്പോൾ ലാലു പറഞ്ഞത് അത് മാറ്റിയെടുത്താൽ മതി, നിങ്ങളെന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യും, നല്ല കഥയാണുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പ്രഷറിൽ നിന്ന് രണ്ടാമത് മാറ്റേണ്ടി വന്നത്. പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ പ്രഷർ ഉണ്ടായപ്പോഴാണ് ഇപ്പോഴുണ്ടായ കമലതളം ദേവദൂതനുണ്ടായത്. ക്യാരക്ടറെ മോഹൻലാലിലേക്ക് അത് മാറ്റി പ്ലേസ് ചെയ്ത് അതാണ് എനിക്ക് ഇപ്പോഴും അത്ര എന്താണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇയാളൊരു ഓൾഡ് സ്റ്റുഡൻ്റ് ആക്കുകയും അവിടെ പിന്നെ അയാളുടെ അന്നത്തെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു ഹീറോയിക്ക് ഇമേജ്, സൂപ്പർ ഹ്യൂമൻ കഥകളൊക്കെ. അപ്പോൾ അതിൻ്റെയിലേക്കൊക്കെ കുറേ കാര്യങ്ങൾ കയറ്റുക, ഹ്യൂമർ കയറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു കുറേ കാര്യങ്ങളിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് തന്നെ വെള്ളം ചേർക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അതെനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഡൈജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല അതിനകത്ത് പലതും നമ്മളത് ചെയ്തത്. പക്ഷെ അന്നത് ചെയ്യേണ്ടി വന്നു. അതൊരു പ്രൊഡ്യൂസറുടെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ അപ്രോച്ച് ആ സിനിമയെ അങ്ങനെ കണ്ടതാണ്. എനിക്കും റൈറ്റർക്കും അതിനകത്ത് പൂർണ്ണമായിട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. രഘുനാഥ് പലേരി ആയിരുന്നല്ലോ റൈറ്റർ. അല്ല, അത് വലിയ സന്തോഷമൊന്നും തരുന്നില്ല. കാരണം ആ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു ഞാനീ പറഞ്ഞ ഫ്ലോസൊക്കെ അതിനുണ്ടായിരുന്നെങ്കിൽ പോലും അതുവരെ മലയാള സിനിമയിൽ ഉണ്ടാകാത്ത ഒരു ഡിഫറെൻ്റ് അപ്രോച്ചുള്ളൊരു മൂവിയായിരുന്നു. ഈവൻ സ്റ്റോറിയുടെ കൺസെപ്റ്റ് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ആണെങ്കിലും ഇതൊക്കെയും അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്തൊരു ക്വാളിറ്റിയിലുണ്ടായിരുന്നതാണ്. പലരും അന്നത്തെ കാലത്ത് തന്നെ ആ സിനിമ കണ്ടുവന്നത് ഒരു ഹോളിവുഡ് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. അതിൻ്റെ സൗണ്ട് ചെയ്തിരുന്നത് എ.ആർ. റഹ്മാനൊക്കെ അന്ന് സൗണ്ട് ചെയ്തിരുന്നിട്ട് ഒരു അതിൻ്റെ പേര് പറഞ്ഞത് ശേഖർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനും കയ്യിൽ ഇത്രയും നല്ലൊരു അദ്ദേഹം ചെയ്ത ഏറ്റവും ബെസ്റ്റ് വർക്കാന്നൊക്കെ അത് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണത്. അപ്പോൾ അന്നത് ഭയങ്കര ഡിസാസ്റ്ററായിപ്പോയി. അത് പ്രൊഡ്യൂസറെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പോൾ അത് എന്നെയും വല്ലാതെ എൻ്റെ ഏറ്റവും വലിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയൊരു സ്റ്റേജായിരുന്നു അത്. അത് ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അന്നുണ്ടായ നഷ്ടങ്ങളും സെറ്റ് ബാക്സും ഒന്നും ഇല്ലാതായി തീരുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഇപ്പോൾ അത് എൻജോയ് ചെയ്യുന്നത് അതിന് ശേഷം ഉണ്ടായ ആൾക്കാരാണ്. കാരണം ഒരു 2000-ലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ 2024 ആകുന്നു. അപ്പോൾ ഒരു ടീനേജ് കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലേക്ക് 10-20 വയസ്സ് 25 താഴെയുള്ള കുട്ടികളായിരിക്കും ഇത് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ ഒരു
നഷ്ടങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു 2K 4K വേർഷൻ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അത് റീ എഡിറ്റഡ് വേർഷനായിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതിന് വർക്ക് നടക്കുന്നുണ്ട് അവർ. അത് ഇല്ല, അത് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ, കുഴപ്പമില്ല, പക്ഷേ ആ ഒറിജിനൽ വേർഷൻ ആയിരിക്കത്തില്ല, ഞാൻ അതിനകത്തൊരു എഡിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഒരു എന്താണ്, നമുക്കന്ന് ഇഷ്ടപ്പെടാത്ത കുറേ ഏരിയാസ് ഉണ്ട് അതിനകത്ത്. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ കുറച്ചും കൂടെ ഒരു ഒരു കണ്ടൻറ്റ് കുറച്ചും കൂടി ഒന്ന് ഷാർപ്പൺ ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റായിരിക്കും. ഈ ദേവദൂതൻ എനിക്ക് എൻ്റെ ഒറിജിനൽ വേർഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മലയാളത്തിലല്ല, ഇനി മലയാളത്തിൽ ഇനി പറ്റില്ലല്ലോ, വേറെ ഏതെങ്കിലും ഭാഷയിൽ അതിൻ്റെ ഒറിജിനൽ തോട്ടുണ്ട്, അത് ചെയ്യണമെന്ന്. ടീനേജേഴ്സിന് വെച്ചിട്ട് അതിൻ്റെ ഒരു ട്രാക്ക് ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ കൺസീവ് ചെയ്ത ട്രാക്ക് ഇതാണ്. ഈ സ്പിരിറ്റ് ഒരു യങ് കപ്പിളിലെ ഒരു ബോയ് ആൻഡ് ഗേൾ, അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. പക്ഷെ അവരിലേക്കൊരു പ്രണയം അവരിലേക്ക് ഇയാൾ ഇൻജെക്റ്റ് ചെയ്യണം, തെറ്റിദ്ധരിപ്പിക്കണം. അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നും ഇവർക്ക് ഇഷ്ടമുണ്ടെന്നും. ഉദാഹരണത്തിന് ഇയാളുടെ റൂമിൻ്റെ വാതിലാരോ തട്ടുന്ന കേട്ട് ഇയാൾ വാതിൽ തുറക്കുമ്പോൾ അവിടെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇരിക്കുന്നു. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റൂടെ പെൺകുട്ടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അയാൾ വിചാരിക്കും ഇവളാണ് ഇത് കൊണ്ടുവച്ചത്. സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് അവൾക്കും തോന്നും. അപ്പോൾ ഇവർക്കുള്ളവർക്ക് പണിയില്ല, ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ അവരിൽ പതുക്കെ പ്രണയമുണ്ടെന്ന് ഇയാൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രണയത്തിൻ്റെ തീവ്രത അറിയുന്നവർക്ക് വിരഹത്തിൻ്റെയും തീവ്രത മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇയാളുടെ പ്രണയിനിയുടെ വിരഹത്തെ അവിടെ ഇനി കാത്തിരിക്കേണ്ട, ഞാനില്ല എന്ന് പറയാനുള്ളൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിക്കുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പാരലൽ ലവ് സ്റ്റോറിയാണ്. ഒരു പഴയ കാലത്തെ പ്രണയവും ഇപ്പോഴത്തെ പ്രണയങ്ങളുള്ള രണ്ടൊരു പാരലൽ ലവ് സ്റ്റോറി ഇങ്ങനെ പോവുകയും അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പോഴത്തെ ഒരു ഞാത്തപ്പോഴത്തേക്ക് ആ പാരലൽ ലവ് സ്റ്റോറിയിൽ ഒരു സൈഡ് ഇല്ലാതായിപ്പോയി.